ചരിത്രം കുറിച്ച കടൽ യാത്ര. ഇന്ത്യൻ നാവികസേനയുടെ INSV കൗഡിന്യ പായ്ക്കപ്പൽ ബുധനാഴ്ച മസ്കത്തിന്റെ തീരമണയും. ഒമാന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ കൗഡിന്യ തിങ്കളാഴ്ച സൂറിന്റെ വടക്കുഭാഗത്തെത്തിയിരുന്നു. ബുധനാഴ്ച രാവിലെ മസ്കത്തിന്റെ തീരത്ത് ഇന്ത്യൻ എംബസിയുടെയും ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ കൗഡിന്യയ്ക്ക് ഗംഭീര സ്വീകരണമൊരുക്കും. കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് മസ്കത്തിലേക്ക് കൗഡിന്യ പാൽക്കപ്പൽ യാത്ര ആരംഭിച്ചത്. പുരാതന കാലത്ത് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാതകളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ ചരിത്രയാത്ര. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പൈതൃകം, കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യം എന്നിവ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുക, ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ കൂടി ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. യന്ത്രസഹായമില്ലാതെ കാറ്റിനെ മാത്രം ആശ്രയിച്ചുള്ള യാത്ര തിങ്കളാഴ്ചയോടെ 15 നാൾ പിന്നിട്ടു. ഇതിനകം കടലിൽ പലവിധ സാഹചര്യങ്ങളെ കപ്പൽ സംഘത്തിന് നേരിടേണ്ടി വന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പായ്ക്കപ്പൽ ബുധനാഴ്ച മസ്കത്തിന്റെ തീരമണയുമ്പോൾ ഇന്ത്യൻ പ്രവാസി സമൂഹം സംഘാംഗങ്ങളെ ആഘോഷപൂർവ്വം വരവേൽക്കും. കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരായ പരമ്പരാഗത കപ്പൽ നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കപ്പൽ നിർമ്മിച്ചത്. പണ്ടത്തെ രീതിയിൽ തുന്നിച്ചേർത്ത കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 5-ാം നൂറ്റാണ്ടിലെ അജന്ത ഗുഹാചിത്രങ്ങളിൽ കാണുന്ന കപ്പലുകളുടെ മാതൃകയിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്.